5 turn off grooming mistake done by people during dating. അതുപോലെ തന്നെ ബോയ്സിനും അധികം ഓവർ ആയാലും എന്തായാലും എല്ലാം ബോറാണെന്ന് പറയില്ലേ, അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തേർഡ് ടിപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഹലോ, ഞാൻ ഇന്ന് ബ്രൗൺ വേ കഫേയിലാണ് നിൽക്കുന്നത്. കഫേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോർക്കും മനീഷേട്ടൻ കൂടിയുണ്ടോ, അതോ ഞങ്ങൾ എന്തെങ്കിലും ഔട്ടിങ് ഇങ്ങനെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തതാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അല്ല കേട്ടോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളും ഞാനും മാത്രം സ്പെൻഡ് ചെയ്യാനാണ്. കൂടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സും ഉണ്ട് കേട്ടോ. അതാർക്കൊക്കെയാണെന്ന് അറിയണ്ടേ? പ്രണയിക്കാൻ താല്പര്യപ്പെടുന്നവർ, പ്രണയിക്കാൻ പോകുന്നവർ, അതുപോലെ തന്നെ കല്യാണം പ്ലാനിങ് ഒക്കെ ആയിട്ട് ഡേറ്റിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നവർ, കല്യാണം ഫിക്സ് ചെയ്യാനായിട്ട് പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഉള്ളവർ, അവർക്കൊക്കെ വേണ്ടി കുറച്ച് യങ്സ്റ്റേഴ്സിന് വേണ്ടിയുള്ള ടിപ്സാണിന്ന്. അങ്ങനെ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. കൊച്ചു കള്ളന്മാർ അല്ലെങ്കിൽ കള്ളിമാർ. എന്തായാലും ഞാൻ വൈകിക്കുന്നില്ല. നിങ്ങളിങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ടിപ്സൊക്കെ കാത്തിരിക്കാമെന്നറിയാം. സോ എൻ്റെ ടിപ്സാണ് Top 5 turn off grooming mistake done by people during dating. ഇൻട്രസ്റ്റിംഗ് അല്ലേ? യെസ്, ഇതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. ആൻഡ് അതിൻ്റെ കാര്യങ്ങളും വിശദമായിട്ടൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാം. അതിന് മുന്നേ കഫേയിലൊക്കെ വരുമ്പോൾ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഹലോ. ഹായ്. അറിയൂ മലയാളി? ഹിന്ദി? ആഹാ, ഹിന്ദി ആണല്ലോ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നത്. അച്ഛാ, आपने മലയാളം कुछ सीखा यहाँ से? नहीं. കൊച്ചി ഗള്ളി ഒന്നും പഠിച്ചിട്ടില്ല, അപ്പം നമ്മുടെ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ. ഞാനൊന്ന് ഓർഡർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ വരുന്നതാണ് മൊമോസ്. സോ ഞാൻ ചിക്കൻ മൊമോസാണ് പറയാൻ പോകുന്നത്. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം ഭയങ്കര ചൂടല്ലേ, അപ്പോൾ എന്തെങ്കിലും ഷേക്സ് എന്തെങ്കിലും പറയാമെന്ന് വിചാരിക്കുന്നു. ബ്രൗണീഷ് മിൽക്ക് ഷേക്കാണ് ഞാൻ പറയുന്നത്. അപ്പം തണുപ്പ് കൂളായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, എക്സസ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്. ഇതൊരു വലിയ പ്രോബ്ലമാണ്. നമ്മളിത് ഇഗ്നോർ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെ കാണാൻ വരുന്ന പയ്യനോ പെൺകുട്ടിക്കോ നേസൽ ഹെയർ ഗ്രോത്ത് ഒത്തിരി ഉണ്ടെങ്കിലോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഇഗ്നോർ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ആണുങ്ങളിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ പെണ്ണുങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെവിയിൽ മൊത്തം രോമമുള്ളൊരു ചെറുക്കനാണെങ്കിലോ, മൈ ഗോഡ്, നോസിലും ചെവിയിലും ഒക്കെ ഹെയർ ഗ്രോത്ത് എക്സസ് ഉള്ള ആണുങ്ങൾക്ക് അതൊരു നെഗറ്റീവ് ഒരു മാർക്കായിരിക്കും കിട്ടുക കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷനിൽ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഇനിയും തൊട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ പരസ്പരം ഒന്ന് ഉണ്ടോടെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യില്ല ഈ വീഡിയോ കാണുമ്പോൾ. യെസ്, അപ്പോൾ ഈ ഒരു കാര്യം ടേൺ ഓഫ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പെൺകുട്ടികൾക്ക് കേട്ടോ. നേസൽ ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ ചെവിയിലെ ഹെയർ ഗ്രോത്തൊക്കെ. ഇനി പെൺകുട്ടികളുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫേസത്തെ ഐബ്രോസ് ഒക്കെ എടുക്കും, പിന്നെ അപ്പർ ലിപ്പും എടുക്കാറുണ്ട്. പക്ഷേ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള പെൺകുട്ടികൾക്കൊക്കെ എക്സസ് ആയിട്ട് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഒക്കെ വരാറുണ്ട്. അപ്പർ ലിപ്പ് അതുപോലെ താടി അല്ലെങ്കിൽ ഫേസിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഗ്രൂമായിട്ട് വേണം അവരവരുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് പോകാൻ. ഇതും ബോയ്സ് ശ്രദ്ധിക്കുന്ന കാര്യമാണ് കേട്ടോ, നമ്മൾ വിട്ടുപോകുന്നത്. അപ്പോൾ സെക്കൻഡ് ടിപ്പ്, എക്സസ് ഹെയർ ഇൻ നെക്ക്, എക്സസ് ഹെയർ ഇൻ ബാക്ക് സൈഡ് ആൻഡ് ഈവൻ എക്സസ് ഹെയർ ഇൻ അണ്ടർ ആം. സോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെ കാണാൻ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ആവാൻ പോകുന്ന പാർട്ട്ണറിൻ്റെ ഫേസിൽ താടി ഇവിടം വരെ ഓക്കെ, താടി ഇവിടം വരെ ഓക്കെ, പക്ഷെ താടി ഇവിടം വരെ ഉണ്ടെങ്കിലോ, ഐ കാൺട്ട് ഈവൻ ഇമാജിൻ. ഓ മൈ ഗോഡ്, അതുപോലത്തെ റിയാക്ഷൻസ് വേണോ മച്ചാനെ? വേണ്ടല്ലോ. അപ്പം സെൽഫ് ഗ്രൂമായിട്ട് എന്തായാലും പോകാൻ മറക്കരുത്. നല്ലതായിട്ട് ഷേപ്പൊക്കെ ചെയ്തിട്ട് പോകണം. അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, നമ്മുടെ ഹെയർ ബാക്കിലാണെങ്കിലും ഒത്തിരി ചിലവർ ഇങ്ങനെ ഞാൻ പറയുന്നത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഹെയർ ഇങ്ങനെ വളർത്തി താഴെ വരെ ഉണ്ടാവും. അതും ഒന്ന് സെറ്റൊക്കെ ചെയ്ത് പോകണം. അത് നമ്മളുടെ വരവും പോക്കും എല്ലാം ഗേൾസ് കൂടുതൽ നോട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ്. പിന്നെ ഉള്ളതാണ് ടിപ്സ് ഫോർ ഗേൾസ്.
ഈവൻ ബോയ്സിനും ഉണ്ട്. എക്സസ് അണ്ടർ ആംഡ് ഹെയർ അത് കൂടുതലാണെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഹാൻഡ് ഫ്രീ ആയിട്ടുള്ള ടോപ്സൊക്കെ ഇടുമ്പം നമ്മുടെ ശ്രദ്ധ പോകുന്നതാണ്. അപ്പോൾ അത് ഒരു ബാഡ് മാർക്കാണ്. അതുപോലെ തന്നെ ബോയ്സിനും അധികം ഓവറായാലും എന്തായാലും എല്ലാം ബോറാണെന്ന് പറയില്ലേ, അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഗേൾസിൻ്റെ വേറെ ഒരു ടോപ്പിക്ക് ഞാൻ പറയുന്നത്, ഗേൾസിൻ്റെ ഹെയർ എപ്പോഴും എല്ലാവരും വളർത്തും, പക്ഷെ അത് നീറ്റായിട്ട് ട്രിം ചെയ്യുക, അതുപോലെ നമ്മുടെ സ്പ്ലിറ്റൻസ് ഒക്കെ ഒന്ന് ട്രിം ചെയ്യുക, ഇതൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് വേണം രണ്ടാമത്തെ ടിപ്പും കൂടി ഹെൽത്തി വേയിലെടുക്കണം കേട്ടോ. അണ്ടർ ആം ക്ലീനിങ് വെറും ഡേറ്റിംഗ് പർപ്പസിന് വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ പേഴ്സണൽ ഒരു ഹൈജീനും വേണ്ടി ഇത് അത്യാവശ്യമാണ്. നമ്മൾ എത്ര നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ കെയർ ചെയ്യുന്നു അത്ര നമുക്ക് നല്ലതാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും പോയിന്റ് നിങ്ങൾ കേട്ടല്ലോ. ഇത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തേർഡ് ടിപ്പുണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. അത് മാത്രമല്ല, ഇതൊക്കെ ഇൻട്രസ്റ്റിങ്ങും അല്ല, ശരിയാണ്, അല്ല ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക് യു. അങ്ങനെ എൻ്റെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. സോ മൊമോസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ് ആണ്. സോ തേർഡ് ടിപ്പിൻ്റെ അവിടെ ബ്രേക്ക് അടിച്ച് നിൽക്കുകയല്ലേ, എന്തായാലും ഞാൻ ഒരു ബൈറ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞത് ചിക്കൻ മൊമോസാണ്, ബിക്കോസ് ഞാൻ ചിക്കൻ്റെ ഒരാളാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും. ഇങ്ങനെയാണ് കേട്ടോ, പൊളി. അതവിടെ നിൽക്കട്ടെ. അപ്പം തേർഡ് ടിപ്പ് അല്ലേ, അറിയണമെന്ന് ആഗ്രഹമുണ്ട്. സോ തേർഡ് ടിപ്പാണ് ലോങ് ഷാബി ഡേർട്ടി നെയിൽസ്. എല്ലാവരും വിട്ടു പോകുന്ന ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ കയ്യിൽ നിറയെ തേടും കറുത്ത ചള്ളയും ഇങ്ങനെയൊക്കെ ഫുഡും അതൊക്കെ നെയിൽസിലുണ്ടെങ്കിൽ, അത് പെൺകുട്ടിയുടെ ആയാലും ആൺകുട്ടിയുടെ ആയാലും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന കാര്യമാണ്, കൊച്ചാൾ തൊട്ട് നമ്മൾ പഠിപ്പിച്ച കാര്യമാണ്. വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി, ക്ലീൻ യുവർ നെയിൽസ് പ്രോപ്പർലി. നമ്മൾ ചെയ്യുന്നുണ്ടോ? ചിലവർ വിട്ടു പോകുന്ന കാര്യത്തിൽ കാര്യമാണിത്. ഇനിയിപ്പം വീട്ടിൽ ചെയ്യാനൊക്കെ മടിയാണിത്, ചെയ്യാനൊക്കെ താല്പര്യമില്ലാത്തവർ പാർലറിലൊക്കെ പോയിട്ട് മെനിക്യൂർ പെഡിക്യൂറൊക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ കൈത്തെ നെയിൽസും കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കാലത്തെ നെയിൽസും നല്ല നീറ്റും ക്ലീനും ആക്കി ഫീമെയിലും മെയിലും സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഫോർത്ത് പോയിന്റ്, ചാപ്ഡ് ലിപ്സ്. ചാപ്ഡ് ലിപ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്നല്ലേ, ചാപ്ഡ് ലിപ്സ് എന്ന് പറയുമ്പം ഡ്രൈ ആയിട്ട് ഇങ്ങനെ തണുപ്പത്തൊക്കെയാണ് കൂടുതൽ കാണുന്നത്, ഇങ്ങനെ പൊട്ടിയിട്ട് കീറി വിടർന്നിട്ടും നമ്മൾ തന്നെ ശ്രദ്ധിക്കാത്തത്. അതൊരു മെയിൻ പ്രോബ്ലം ആണ് കേട്ടോ. അത് ഗേൾസിനും ബോയ്സിനും സെയിം ടൈം ബാധകമാണ്. നമ്മൾ ഡേറ്റിങ് അല്ലെങ്കിൽ നമ്മൾ കാണാൻ വരുന്ന ആളിങ്ങനെ ഒരുമാതിരി ഡ്രൈ ആയിട്ട് വിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ലിപ്സൊക്കെ, ഐ കാൺട്ട് ഈവൻ ഇമാജിൻ, ക്യാൻ യു? സോ നിസ്സാര കാര്യങ്ങൾ ചെയ്താൽ ഇതൊക്കെ മാറാവുന്നതാണ്. ഇപ്പോൾ കുറേ പ്രോഡക്ട്സുകളുണ്ട്. ലിപ് ബാം യൂസ് ചെയ്യാം, അതുമാതിരി സ്ക്രബിങ് ചെയ്യുക, അതിനകത്ത് കുറേ മോയ്സ്ചറൈസിങ് ഒക്കെ തരുന്ന സ്ക്രബ്ബേഴ്സൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ മാറാവുന്ന നിസ്സാരമായിട്ടുള്ള ടിപ്സാണ് ഫ്രണ്ട്സ്. കുറേ പേര് നമ്മളുടെ ബോഡീനെ കെയർ ചെയ്യാതെ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്നതാണ്. സോ നിങ്ങളുടെ ചുണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗേൾസിന് പല ഓപ്ഷൻസ് ഉണ്ട്. ലിപ് ബാം മാത്രമല്ല, ഇപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പം മാറ്റ് അങ്ങനത്തെയൊക്കെ നമുക്ക് ഡ്രൈ ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ലിപ് ഗ്ലോസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഇടുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനത്തെ ലിപ്സ്, ഡ്രൈ ആയിട്ടുള്ള ലിപ്സൊക്കെ കുറച്ചും കൂടി ഗ്ലോസി ആയിട്ട് കാണും. അപ്പോൾ അങ്ങനെ എത്ര ടിപ്സുകളുണ്ട്. അപ്പം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ യു വിൽ ലുക്ക് ഹെൽത്തി. അങ്ങനെ അഞ്ചാമത്തെ ടിപ്സ് പറയുന്ന മുന്നേ
എൻ്റെ ബ്രൗണി അവിടെ ഇരുന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴാണ് എന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട്. സോ ഈ സമ്മറിൽ എന്തായാലും ഈ ബ്രൗണീനെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല, ഞാൻ അതൊന്ന് കഴിച്ചു നോക്കട്ടെ. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ പാവം എന്തൊക്കെയായിരിക്കും പറയാം. എന്തായാലും എല്ലാവർക്കും ഇത് കൊള്ളാം. നല്ല കോഫീൻ്റെ ടേസ്റ്റുള്ള ബ്രൗണിയാണ്. അഞ്ചാമത്തെ ടിപ്പാണ് ബാഡ് സ്മെൽ ഓഫ് അവർ മൗത്ത് ആൻഡ് ഫീറ്റ്. ഇതും ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ബാഡ് സ്മെല്ലുണ്ടെങ്കിലോ, ഇറ്റ്സ് എ വെരി നെഗറ്റീവ് പോയിൻ്റ് അല്ലേ? യെസ്, ഇത് നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ബിഫോർ വി മീറ്റ് അവർ പാർട്ട്ണർ വി ക്യാൻ യൂസ് മൗത്ത് ഫ്രഷ്നർ അല്ലെങ്കിൽ ബബിൾ കം അല്ലെങ്കിൽ അങ്ങനെ കുറേ ഉണ്ട് മാർക്കറ്റിൽ. പിന്നെ 2 നേരം നമുക്ക് ബ്രഷ് ചെയ്യാം. പിന്നെ നമ്മുടെ മൗത്ത് ഇപ്പം ഡോക്ടേഴ്സൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഗാർഗിളിങ് ചെയ്യാനായിട്ട്. നൈറ്റിൽ ഗാർഗിളിങ് ചെയ്തിട്ട് കിടക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒരു പ്രിക്വേഷൻസിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ ഇനിയുള്ളതാണ് ഫീറ്റിൻ്റെ കാര്യം. ഫീറ്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബോയ്സും ഗേൾസിലും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോക്സ് ചിലപ്പോൾ ഊരുമ്പം മണം അപ്പോൾ അതൊന്നുമല്ല, നമ്മളുടെ ഹാർഡ് വർക്കും ഒക്കെയാണ്. ചിലവർ റിപ്പീറ്റഡ് സോക്സ് ഇടുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര നെഗറ്റീവ് മാർക്കാണ് കേട്ടോ. ഈ ഡേറ്റിങ് ലവേഴ്സിനെയൊക്കെ കാണാൻ പോകുമ്പോഴും പോട്ടെ സ്വന്തം ഭാര്യനെ കാണാൻ പോകുമ്പോഴും മണമുണ്ടെങ്കിൽ ഭാര്യ ഒന്ന് പറഞ്ഞു പോകും, എന്തുവാ ചേട്ടാ ഇത്, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ചെറുക്കന്മാരായാലും പറഞ്ഞു പോകും. സോ അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാവുന്നതാണ്, അവർക്ക് 2 പെയർ ഓഫ് സോക്സ് കയ്യിൽ ക്യാരി ചെയ്യാവുന്നതാണ്. ഒരു സമയം കഴിഞ്ഞിട്ട്, സർട്ടൺ ടൈം കഴിഞ്ഞിട്ട് അതെടുത്തിട്ടാൽ പോരെ. അതല്ലാതെ കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് ഒരിക്കലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. വെൽ ഡ്രസ്ഡ്, വെൽ ഗ്രൂമായിട്ട് പോകുക, അത് നമ്മുടെ ഒരു ക്വാളിറ്റിയാണ്. നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഒരു എന്താ പറയുക പോസിറ്റീവ് സൈനാണ്. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതല്ലാതെ ആക്ച്വലി ഇതൊന്നും ചെയ്യാത്ത കുറേ പേരുണ്ട്, അവരെയും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. വൈൻഡ് അപ്പ് ചെയ്യുന്ന മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.